ഹലോ ഗായ്സ്, പുള്ളിക്കമ്മ ചെയ്യുന്ന MJ ക്ലൗഡ്സിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ വന്നിട്ടുള്ള ചെറിയ കുഞ്ഞ് മൈൻക്രാഫ്റ്റ് വീഡിയോയിലേക്കാണ്. നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് നോർമൽ മൈൻക്രാഫ്റ്റ് തന്നെയാണ്. ഇന്ന് മൈൻക്രാഫ്റ്റിൽ പ്രത്യേകിച്ചൊന്നുമില്ല, സാധാരണ തന്നെ മനസ്സിലായി നോർമൽ ഇതൊക്കെയാണ്. നമ്മൾ കുറേ വേൾഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ക്രിയേറ്റീവിൽ നമ്മൾ സർവൈവലിൽ കുറച്ച് സാധനങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടില്ല. കണ്ടില്ല വെയിറ്റ്. എനിക്ക് അവിടെ ഒരു കാര്യം ചെയ്യാനുണ്ട്. വീഡിയോ സെറ്റിങ്സിൽ പോയങ്ങാണ്ട് സ്മൂത്ത് ലൈറ്റ് ഓഫ് ആക്കില്ല. ഈ സാധനങ്ങളൊക്കെ ഫാസ്റ്റാക്കി ഇട്ടുന്നുണ്ട്. ഓഫ് ക്ലൗഡ്സ് കുറച്ച് ഇരുന്നോട്ടെ. ഇപ്പോൾ സെറ്റായി. ഇത് മൈൻക്രാഫ്റ്റ് എന്നൊക്കെ പറയാൻ കേട്ടോ വില്ലേജിൻ്റെ അവിടെ നിൽക്കുകയാണ്. ഇവിടെ നല്ല കയറ്റത്ത് കൊണ്ടുപോയി പണിഞ്ഞ ഒരു വില്ലേജാണ്. നമ്മൾ ഷീൽഡൊക്കെ ഉണ്ടാക്കിയാണ് തെറ്റായിരിക്കുന്നു. നമ്മൾ ഒരു ദിവസം സ്റ്റേ നിന്നു. നമ്മളെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. ബട്ട് അതൊക്കെ തപ്പി കണ്ടുപിടിക്കണം. എവിടെയാണെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. തപ്പി കണ്ടുപിടിക്കും. നമുക്ക് കണ്ടുപിടിക്കാൻ ഉള്ള ഇതുണ്ട്. നമ്മളെ കൊണ്ട് കഴിയും. ഒന്ന് പൊടിയടെ മൈൻക്രാഫ്റ്റ് കളിക്കാറാത്തവരാരുണ്ട് ഇവിടെ? എവിടെ എൻ്റെ വീടൊക്കെ ഒന്ന് കറക്റ്റായി നിൽക്ക്. ഒരു പ്രശ്നമുണ്ട്. ഈ വീഡിയോ സെറ്റിങ്സ് ചെയ്യുന്നുണ്ട് ക്ലൗഡ് ഓഫ് ആക്കിയിട്ടുണ്ട് ഗൈസ്. ഒന്നായിട്ടില്ല. അപ്പോൾ ആയിട്ട് കഴിച്ചില്ല. ക്ലൗഡ് ഇരുന്നോട്ടെ. ഫാസ്റ്റ് സ്മൂത്ത് ലൈറ്റ് ഓഫ് ആക്കിയിടാം. ഇതൊക്കെ തന്നെ ഇരുന്നോട്ടെ. ഇതൊക്കെ നമുക്ക് മീഡിയം ആക്കിയിടണം. ഒരു കട്ടയിൽ തന്നെ നിന്നോട്ടെ. ഗൈസ്, മൈൻക്രാഫ്റ്റ് തന്നെയാണോ? ഒരു ഡൗട്ട്. ഈ സാധനം കൂട്ടിയിടാം. ഈ സാധനം ഫുള്ള് അങ്ങനെ ഇടത്തല്ല. ഒപ്പം അങ്ങനെ ഉണ്ടാവും നോക്കാം. എൻ്റെ മോനെ, എൻ്റെ PC ആയതായി. എന്താണോ അത്? മോനെ സ്റ്റക്ക് എന്ന് വെച്ചാൽ ഇച്ചാതി സ്റ്റക്ക്. ക്യാമറ തന്നെ നേരക്ക് തീയണില്ല. ഫുള്ള് മീഡിയ ആക്കിയിട്ടേക്കാം. ഗെയിംസ് ഇപ്പോൾ നമുക്ക് ഇത് ഇപ്പം നോക്കട്ടെ. ഇപ്പം എന്തായി? ഇതൊക്കെ മോഡ്സ് പല മോഡ്സുണ്ട്. കുറേ ആൾക്കാർ പറഞ്ഞിരുന്നു GTA 5 ആ മോഡ്സൊക്കെ ചെയ്യണം. നമ്മൾ ചെയ്യും. മൈൻക്രാഫ്റ്റിൻ്റെ ഉള്ളിൽ നമ്മളെ വീടാണെങ്കിൽ കിട്ടാത്ത എവിടെയെന്ന് അറിയില്ല. എന്നാലും നമുക്ക് ഐജിനോട് ചോദിച്ചേക്കാം. ഇവിടെ നമ്മളവിടെ ഒരു മറ്റേ ഇതുകൊണ്ട് ഉണ്ടാക്കിയൊരു വീടാണ്. എന്തേന്ന് എൻ്റെ പേര് മറന്നും പോയല്ലേ. ഇതാ ഈ സാധനം കൊണ്ട് ഉണ്ടാക്കിയതാ. ഒക്കെ തോണി ഇതൊക്കെ അറിഞ്ഞിട്ട് നമുക്കെന്താ. അപ്പോൾ എന്തായാലും നമ്മൾ എന്തായാലും ക്രിയേറ്റ് ചെയ്തതല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ പകുതി ഭാഗമായി തുടങ്ങാം. പക്ഷേ എൻ്റെ വീട് എവിടെ എനിക്കറിയില്ല ഗൈസ്. എന്തായാലും ഐജനോടൊന്ന് ചോദിച്ചു നോക്കാം. എടാ എന്ത് തൻ്റെ വീടൊന്ന് കാണിച്ചു തന്നോ. നമുക്കിതൊന്നും അറിയില്ല. ഇവൻ തന്നെയാണ് ഈ വേൾഡൊക്കെ ക്രിയേറ്റ് ചെയ്ത് ഈ വില്ലേജൊക്കെ കണ്ടുപിടിച്ച് എൻ്റെ വീടിന്ന് കയറി നോക്കിയതാ എവിടെയെങ്കിലും കിട്ടുന്നു. ഇതിപ്പോൾ ഞാനല്ല കേട്ടോ കളിച്ചിന്. ഇപ്പോൾ
ഐജയാണ് കളിക്കുന്നത്. എനിക്ക് വീട് അവിടെ അറിയാത്തതുകൊണ്ടാണ്. അവിടെ ഒന്ന് അടയാളമൊക്കെ വെച്ചിരുന്നല്ലോ, ഞാൻ കണ്ടില്ല. സ്ഥലമാണെങ്കിൽ അറിയില്ല. സമയമില്ല, രാത്രിയൊക്കെ ആയി തുടങ്ങി. എല്ലപ്പോൾ മതി സുഖമുണ്ട്. ഞാൻ ചാവും, അടത്തുമ്പോഴത്തേനും ചാവുന്നത് തോന്നി. അത് അടിയാളം അടിയാളം അവിടെ അടുത്തല്ലേ. അതെ ഓക്കെ 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 അതല്ലേ. പിന്നീട് ഇഷ്ടമാണെങ്കിൽ കിട്ടുന്നില്ല. ഓക്കെ 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 ഗൈസ്, ആ കാണുന്നതാണ് മറ്റേ ഐജ ഉണ്ടാക്കിയ വീട്. പെട്ടെന്ന് ഫോട്ടോ ഇല്ലെങ്കിൽ ഇത് പിടിക്കും. രാത്രിയായി എന്നാ തോന്നണേ ഗൈസ്. ചെറിയ പാവം വീട് ഗൈസ്, അടഞ്ഞിട്ടില്ലെങ്കിൽ അതൊക്കെ മതി ഗൈസ്. കുറെ ആൾക്കാർ വെച്ചിരുന്നു ഈ എൻ്റെ ഇവിടെ ഈ കമാൻഡ് ഈ കൊടുക്കണ ഈ ഭാഗത്തില്ലേ സ്ലാഷ് കമാൻഡ് എന്തോ ആണടി, ഞമ്മക്കിതൊന്നും അറിയില്ല. എന്തായാലും ഇവിടെ പഠിക്കും. ഓക്കെ ക്രിയേറ്റീവ് ഗണ്ടർ അടിച്ചു നോക്കാം, അറിയില്ല നമുക്ക് എന്താവില്ല. ബാക്കിയുള്ളവരൊക്കെ ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യാന്നൊന്നും അറിയില്ല. നമുക്ക് ലിയച്ചിട്ടെടുക്കാനൊരു കാര്യമുണ്ട് ഗൈസ്. ഈ മൈൻക്രാഫ്റ്റ് അപ്ഡേറ്റ് അറിയില്ല ഗൈസ്. ഇതെടുത്തും വേണ്ടി നമുക്ക് റീക്രിയേറ്റ് കാര്യമുണ്ട്. നമുക്ക് അതങ്ങനെ അടിക്കാൻ പറ്റൂലെങ്കിൽ കുഴപ്പമില്ല. നമ്മളിതൊക്കെ എത്ര കണ്ടതല്ലേ കണ്ടാരടക്കെ. ഈ മൗസ് എന്തോ പറ്റിയെന്ന് തോന്നുന്നു, ഉറുമ്പൊക്കെ കയറിയെന്നൊരു ഡൗട്ട്. റീക്രിയേറ്റ് വെക്കുന്നുണ്ട്. ഇതിപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് നോക്കാം, എന്താവും അറിയാൻ നോക്കാം. അയ്യോ മൂഞ്ചി ഗൈസ്, മൂഞ്ചിയാ. ഞാൻ പേടിച്ചു. സെയിം ഭാഗത്തന്നെ ഞാൻ ഒന്ന് സ്പോൺ ചെയ്യുന്നു നേരത്തെ. ഇതേ സെയിം സാധനം ഞാൻ ക്രിയേറ്റ് ചെയ്തെന്ന് തോന്നുന്നു. ഇത് കിട്ടുമെന്നില്ല കേട്ടോ, ഞാൻ പേടിച്ചു പോയി. കുറേ സാധനങ്ങളൊക്കെ ലീക്കൊക്കെ ഉണ്ട്. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം എടുത്താൽ മതി.
നമുക്കൊരു മൈനിങ്ങിന് പോകുന്നുണ്ട്. അല്ല അപ്പൊ ഈ ഹോസ്പിറ്റലല്ലല്ലോ, വീട്ടിലല്ലേ? ഇവിടെ സാധനങ്ങൾ ഫുള്ള് ഇതാണ്ട് ഒന്നാണ്ടും പേടിക്കാനില്ല. എല്ലാ സാധനവും ചായണ്ട്. ഇല്ലടാ ഉണ്ട് ഉണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ താഴേക്കിറങ്ങാം, അതാണ് നമ്മളൊന്ന് പഠിക്കാൻ പോണേ. അപ്പോൾ ഞാൻ കടിച്ചത് അറിയില്ല, നാളെ നമുക്ക് നോക്കുക. ഓക്കെ, എപ്പോഴാ ചാവെന്ന് പറയാൻ പറ്റില്ലേ. ഓക്കെ ഓക്കെ ഓക്കെ, വീണ്ടും ചത്ത്. ലാസ്റ്റ് ഫൈനൽ കുക്കാണ്. എന്താവുന്ന ഒരു പിടുത്തില്ല. താഴേക്ക് ഇറങ്ങിയാൽ മതി, അത്ര ചെയ്യുമ്പോൾ സാധനങ്ങൾ ഇനി എത്ര കിടക്കുന്നുണ്ട് കഴിയും. കാട്ടുക. സത്യം പറയാലോ, ഇത് എത്രാമത്തെ വട്ടാ ചാവണമെന്ന് വെച്ചാൽ കുറേ വട്ടായി ഗൈസ്. എന്തായാലും അവിടെ സേവ് ചെയ്തിട്ടുണ്ട്, എന്താ ഭാഗ്യം. ബുദ്ധിക്ക് പോയി കഴിഞ്ഞാൽ നല്ല ബുദ്ധിക്ക് കൊണ്ട് തിരിച്ചെത്താം. ഇൻ്റെ മനസ്സ് പറയണ രീതിയിലൂടെ ഞാൻ പോകുന്നത്. ഓക്കെ, ഒരു സെക്കൻഡ്. മേൽഭാഗം പൊട്ടിക്കാം. മേൽഭാഗം പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. ഇനി മണ്ടത്തരാകുമെന്നാണ് എൻ്റെ പേടി. നോക്കുക ഉണ്ടോന്ന് അറിയില്ല. നോക്കുക ബുക്ക് നമുക്ക് എല്ലാം നോക്കുക. ഈ ബുക്കിലെത്തള്ളേ തോന്നണേ. എല്ലാ സാധനം അടിപോയി. എല്ലാ സാധനവും അവിടെ ഉണ്ട്. ഞാൻ മറ്റേ ഉണ്ടാക്കാൻ നോക്കട്ടെ. വെയിറ്റ്.
നമ്മളെ കൊണ്ട് അത് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഗൈസ്. എങ്ങനെ എടുക്കും? ഞാൻ ഒന്നുകൂടി ഉണ്ടാക്കാൻ പോവാണ്. എവിടെൻ്റെ വീട്? ഇനി ഫുള്ള് ബ്രില്യൻറ്റ് ഐഡിയകളാണ്. ഫസ്റ്റ് നമുക്ക് ഇതൊന്നും എടുക്കാം. ഇനി പേടിക്കുക എന്ന് പറഞ്ഞ സാധനം ഇനി ചത്ത ഗൈസ്. ഈ വീഡിയോ ഞാൻ ഇവിടെ എന്ത് ചെയ്യും? ഗൈസ് ചാവെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? എനിക്ക് തീരെ ഉറപ്പില്ല ഗൈസ്. ഫസ്റ്റ് അതിൻ്റെ വഴികൾ ഒന്ന് സൂക്ഷ്മമായി നോക്കട്ടെ. അതിൻ്റെ വഴികൾ ഇതാ പോകുന്നു. അതെറ്റടിയുണ്ട്, പ്രശ്നമില്ല. ഇങ്ങനല്ലേ പോണേ? ഇങ്ങനെ പോയി ഇപ്പൊ ചത്താൻ കുറച്ച് നീങ്ങുന്ന ചെയ്യാം. നമ്മളിങ്ങനെ കണ്ണിൽ കളിച്ചോണ്ടിരിക്കാൻ ചാവോന്ന് ഒരു ഉറപ്പില്ല. നമുക്ക് നോക്കുക. ഗൈസിൻ്റെ എൻഡ് ചെയ്യാൻ തോന്നുന്നില്ല. ഞാൻ കൂടെടാ വീഴുന്നേ. എനിക്ക് അങ്ങോട്ട് എത്തണം. ഇനി അതിൻ്റെ കളി ഞാൻ ആരംഭിക്കാൻ പോവുകയാണ്. എത്ര ഒരു പിടുത്തമില്ല. എത്ര കല്ല് പൊട്ടിച്ചിട്ടും കാണെങ്കിലും ഞാൻ എൻ്റെ ലൂട്ടെടുത്തും കണ്ട ഞാൻ പോകുന്നു. ഗൈസ് മൂഞ്ചി ഗൈസ് മൂഞ്ചി എന്നാണ് തോന്നുന്നത്. ഉറപ്പൊന്നും കേട്ടോ. മൂഞ്ചിട്ടൊന്നും എനിക്ക് തീരെ ഉറപ്പില്ല. എനിക്ക് ഇതിൻ്റെ അടിയിൽ കൂടി പോയി കഴിഞ്ഞാൽ എനിക്കൊരു പ്രശ്നമില്ല ഗൈസ്. ക്ലീൻ അങ്ങോട്ട് താഴത്തേക്കെത്താം. പൊട്ടി. ഓക്കെ ഗൈസ്. പിന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്ന് ചെയ്താൽ കേട്ടോ. നിങ്ങൾക്കൊരു സന്തോഷം ആയിക്കോളൂല്ലോ. കണ്ട് പോവാൻ തീരെ താഴത്തേക്ക് പോകുന്നതാണ് ആലോചിക്കുന്നത്. റൂട്ട് എവിടെയിരുന്നു? ചത്ത് വേണം എവിടെയിരുന്നു? ഓർമ്മയില്ലേ? നോക്കണ്ട. എൻ്റെ ബുദ്ധിപരമായ ഐഡിയ കൊണ്ട് ഞാൻ അവിടം വരെ എത്തി. എൻ്റെ ഞാൻ താഴത്തേക്ക് എത്തി. എൻ്റെ ലൂട്ടാണെങ്കിൽ കാണാനുമില്ല. ലൂട്ടോട് എൻ്റെ ലൂട്ട് ഫുള്ള് പോയി ഗൈസ്. നല്ല സങ്കടമുണ്ട് ഗൈസ്. എൻ്റെ കുറേ ലൂട്ട് പോയി. ഞാൻ കുറേ വട്ടം എൻ്റെ പിക്കാക്സ് ഉണ്ടാക്കി. എൻ്റെ കുറേ വട്ടം പോയി.
ഇതിപ്പോൾ ഒരു പിക്കാക്സും ഇല്ല. പിക്കാക്സ് എന്തെങ്കിലും ഉണ്ടാക്കണം. കുറേ പിക്കാക്സ് ഉണ്ട് ന്യൂസ് ഉണ്ടാക്കി മനുഷ്യൻ മടുത്തു. ഉണ്ടാക്കാൻ പറ്റുന്നില്ല, ഒരു ഉറപ്പില്ല. 3 ഉണ്ടാക്കിന്. വുഡ് 2 വുഡുണ്ട് നമുക്ക്. എന്തായാലും ഒരു വുഡുണ്ട് ഇവിടെ. എന്നാലും 4 ഉണ്ടാക്കിയെന്ന്. നമുക്കൊരു ഫൈറ്റ് എടുക്കാൻ പോയാലോ എന്നൊരു ആലോചന. ഫൈറ്റ് എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഫൈറ്റ് എടുക്കാനുള്ള ആയുധങ്ങൾ വേണം. I have got 1 coal. No. 2 coal. No. 3 coal. No. 4 coal. Oh, 5 coal. Yo. എത്ര കോളാടാ? Wait a second. നമുക്ക് മൈൻ ചെയ്യാൻ പറ്റിയതാണ്. അവിടെ നമുക്കൊരു ബ്രഷ് ചോദിച്ചാൽ പ്രശ്നമുണ്ട്. ആലക്ക് ഇട്ട മോനെ, അല്ല മച്ചാനെ, ഇതൊന്നും അല്ല. ഓക്കെ, തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഫൈറ്റിന് പോകുകയാണെങ്കിൽ ഫസ്റ്റ് എടുക്കേണ്ടത് ഈ കോളുകളൊക്കെ നമ്മൾ, ഈ സാധനം നമുക്ക് ആവശ്യമുണ്ട്, ഇത് നമുക്ക് ആവശ്യമുണ്ട് വെച്ചാൽ ഇതില്ല, തീരില്ല. ഇത് നമുക്ക് വേണമെങ്കിൽ എടുക്കാം. വെറുതെ ഈ സാധനം എടുക്കുക, എന്നിട്ടൊരു സെറ്റ് സാധനം ഉണ്ടാക്കുക. ഇവിടെ നിന്നിട്ട് വെച്ചുകൊണ്ട് ഈ ഒരു സംഭവം എടുക്കുക. ഇതുണ്ട് എടുത്തുകൊണ്ടതാ, ഇത് രണ്ടും കൂടെ വെക്കുക. ഇതൊന്നും എടുത്തേക്കുക. എന്നിട്ട് അങ്ങോട്ട് തുടങ്ങിൻ്റെ മോനെ, അടിപൂരായിരിക്കും. നിങ്ങൾ വിചാരിക്കണേ ആരോടായിരിക്കും തരുന്നുണ്ടാക്കാൻ പോകുന്നത്. ഓരോടെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഓരോടെ ഉണ്ടായിരുന്നു നേരത്തെ കണ്ടിരുന്നു. എന്തായാലും ഈ വലിയ മരം കണ്ടില്ലേ, ആ ഒരു മരത്തിൻ്റെ അടുത്തായി കണ്ടാണ് അവരുടെ ഒരു താമസം. അതെനിക്കറിയാം, ബട്ട് അവരവിടെ ഉണ്ടോയെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഒരടിയാണ്ട് കൊടുത്തു നോക്കിയാലോ. അയ്യോ എൻ്റെ മോനെ, എൻ്റെ മോനെ മൂഞ്ചി. ഞാനുള്ള കാര്യം ഞാൻ മറന്നുപോയി. ഇപ്പം ശരിയായി. ഞാൻ ചങ്ങായിമാർ വരുമെന്നറിയാം. പോയാ പോയില്ലേ? എന്തൊക്കെ എത്ര എണ്ണം ഉണ്ടായിരുന്നാണ് അതിൻ്റെ ഉള്ളിൽ? ക്ലിയർ ആയിട്ട് പോടാ. ഇനിയാണ് കളി തുടങ്ങാൻ പോണതേ ഉള്ളൂ. വാടാ പേടിത്തൂരി വാടാ. അതൊക്കെ അത്രേ ഉള്ളൂ.
നമ്മളാരെങ്കിലും അറിയാതെ അറിയാതെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വെറുതെ വന്ന് കാട്ടുക തന്നെ. ആ ചെറുതിൻ്റെ പ്രശ്നമാണ്. അതിന് ഫൈറ്റൊക്കെ ചെറിയ ഫൈറ്റ് ആയിരുന്നു. ഇനി ഫൈറ്റ് ഉണ്ടാവാൻ പോണേ ആരുടെ അടുത്താണ്? ഫൈറ്റ് ചെയ്യണോ? അവിടെ വരെ കയറാൻ കാണിച്ചില്ല. അവിടെ വരെ പോകണം. നമുക്ക് നമ്മളെ വീട്ടിൽ പോവാം. ഞങ്ങളെ സാധനങ്ങൾ കളയാൻ നമുക്ക് ഇഷ്ടമല്ല. പറഞ്ഞു എൻ്റെ വീടോടെ പഠിച്ചെങ്കിൽ നമ്മൾ ചത്ത എനിക്ക് നമ്മളോട് അവിടെ തന്നെ. സാധനങ്ങളൊക്കെ നല്ല കീപ്പ് ചെയ്യാം. ഓ തേങ്ങാൻ്റെ കൊല എടുത്തും കണ്ടതാ. എല്ലാ സാധനൻ്റെ കച്ചി കിട്ടും. ഫുള്ള് സാധനം നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് എടുത്തും കണ്ടത് അവിടെ അങ്ങനെ എടുക്കുക. എടുത്തില്ല ഈ സാധനം ഇതൊക്കെ എടുത്തു വെക്കുക പറഞ്ഞാൽ അത്ര നല്ല പണിയാണ് ഗൈസ്. ഇതിന് കോള് ഗൈസ് എനിക്കൊരു മൈൻഡ് ഈ വീട് നെട് വലുതാക്കിയാലോ. വീടിൻ്റെ വലുതാക്കി ഞാൻ എന്ത് പറയുന്നതെന്ന് അറിയില്ല. അടിച്ച് മോന്ത പൊട്ടിക്കൊന്നും അറിയില്ല. എന്ന് നോക്കിയാലോ കുറച്ച് പകുതി വലുതാക്കിയാൽ മതി. കുറേ ഒന്നും വലുതാക്കണ്ട. നിങ്ങൾക്ക് വിശ്വാസമില്ല ഞാൻ മൈൻക്രാഫ്റ്റ് കളിക്കുന്നത്. എല്ലാവർക്കും വിശ്വാസം. എനിക്ക് മാത്രം ഇങ്ങനെ ഒരു ചോദ്യം മാത്രം എല്ലാവരോടും. ഞാൻ വെറുതെ ഓരോന്നും ഇങ്ങനെ പറയണമെന്നുള്ളൂ. നിങ്ങളൊന്നും അത് വിഷയമാക്കണ്ട കേട്ടോ. ഞാൻ ചുമ്മാ ഓരോന്നും ഇങ്ങനെ പറയണം. എൻ്റെ കുറേ ഫ്രണ്ട്സൊക്കെ പറയലുണ്ട് കമൻറ്റിൻ്റെ അടി വന്നുകൊണ്ട്, കമൻറ്റ് ബോക്സ് വന്നുകൊണ്ട് എൻ്റെ പൊട്ട വീഡിയോ ആണ് എൻ്റെ സ്കൂളിലൊക്കെയാണെന്ന് പറയുന്നുണ്ട്. പല കമൻറ്റും വരലുണ്ട്. പിന്നെ ഗോസ്റ്റി എന്ന് പറഞ്ഞ അതൊക്കെ അയച്ചന് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇത്രയൊന്നും പോരല്ലേ? ഇത്ര പോരെ? 10 ഇല്ലേ? ഇല്ല 12 ബാക്കി. ഇപ്പോൾ അതുകൊണ്ട് നടക്കുമെന്ന് അറിയില്ല. നമുക്കാവുമെന്നൊരു പിടുത്തമില്ല. ഇതെന്താണെന്ന് എനിക്കറിയില്ല. ഇത്ര ഇട്ടൊന്നുമില്ല. 2 എണ്ണമൊക്കെ വരുന്നത്. അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇങ്ങനെ ഇട്ട് പോകണം. അതൊന്ന് ഇതൊക്കെ ഒന്ന് ഡോറൊക്കെ വരണം. ഇതിൻ്റെ നാട്ടും അങ്ങോട്ടും മുറിച്ച സെറ്റായി. എന്നിട്ട് ഇതുകൊണ്ട് നടുക്കൊണ്ട് വെക്കുക. ഇതുകൊണ്ട് അടയ്ക്കും. അങ്ങനെ അടയാത്തത് കൊണ്ട് നമ്മൾ ഒരു സാധനം കൂടെ ഉണ്ടാക്കാൻ പോവുകയാണ്. എല്ലാത്തിലും മാസത്തിലുണ്ടാക്കി മാസത്തിലുണ്ടാക്കി ഉണ്ടാവില്ല. ഇനി നിങ്ങൾ പേടിച്ചണ്ട. ഇവിടെ നിന്ന് ഇത് പ്രശ്നമാക്കണ്ട. അതിനൊക്കെ തുറക്കുക, പോവുക, പിന്നെ നിൽക്കുക, പോവുക, അടയ്ക്കുക, എന്നിട്ട് കിടന്നുറങ്ങുക. അപ്പോൾ എന്തായാലും രാത്രിയായി. അപ്പോൾ എന്തായാലും സന്ധ്യ ആയിട്ടുണ്ട്. അപ്പോൾ ഉച്ചയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഓക്കെ ഗൈസ്, ഈ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചെങ്ങാണ്ട് തുടങ്ങാം നമുക്ക്. അപ്പം ഇത് ഒബ്ജക്റ്റീവ് പോയിങ്ങാണ്ട്
സൗണ്ട് സെറ്റിംഗ്. ഓക്കെ, അപ്പോൾ എന്തായാലും തുടങ്ങാം. അപ്പോൾ ഗായ്സ്, ഈ വീഡിയോ ഞാനിവിടെ എൻഡ് ചെയ്യാണെന്ന് വെച്ചാൽ എൻഡ് ചെയ്യാണ്. എന്തായാലും ഇവിടെ രാത്രി, ഇവിടെ ഉച്ച, അങ്ങനെയാണ്. ഇവിടെ മൈര്യബായി, ഇവിടെ ഉച്ചായി. അതാ സൂര്യൻ അതാ പോയി. ഇതാ പോണ്. രാത്രി. ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബായ്. നിൽക്ക് ഞാൻ വീഡിയോ ബായ് എന്ന് പറയണ മുമ്പേ എല്ലാവരും അവിടെ ചാടിക്കയറി പോവല്ലോ. ഞാൻ ഫോസ് ആയിട്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബായ്.